മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള സിയാറത്ത് സ്ത്രീകൾക്കും സുന്നത്താണ്. ഏറ്റവും വലിയ ഇബാദത്ത് എന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മൻ സാറ ഖബരി വജബത് ലഹു ശഫാഅത്തി ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നവർക്ക് എൻ്റെ ശുപാർശ, എൻ്റെ ശഫാഅത്ത് നിർബന്ധമായിരിക്കുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇതുപോലെ മറ്റു നബിമാർ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സച്ചരിതർ, പണ്ഡിതർ തുടങ്ങിയവരുടെ ഖബർ സിയാറത്ത് ചെയ്യലും സ്ത്രീകൾക്ക് സുന്നത്താണെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും ഖബർ സിയാറത്ത് ചെയ്യൽ സ്ത്രീകൾക്ക് സുന്നത്തില്ല. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹ്യങ്ങൾ തുടങ്ങിയവരുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നവർക്ക് ഉഖറവിയായ സഹായം ലഭിക്കുമെന്ന വസ്തുത അള്ളാഹുവിന്റെ അനുഗ്രഹം തടയപ്പെട്ടവരല്ലാതെ നിഷേധിക്കുകയില്ലെന്ന് വിശ്വവിഖ്യാത പണ്ഡിതൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് വ്യാപകമായി സിയാറത്തുകൾ വർദ്ധിച്ച കാലമാണ്. സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ സിയാറത്തിനാണെങ്കിലും അല്ലെങ്കിലും ഇസ്ലാം നിഷ്കർഷിക്കുന്ന ചില നിയമങ്ങളുണ്ട്. അത് പാലിച്ചാൽ മാത്രമേ അവർക്ക് പോകാൻ കഴിയുകയുള്ളൂ. പ്രത്യേകിച്ച് സിയാറത്തിന് വേണ്ടി പുറത്തിറങ്ങുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: 1. ശരീരം മുഴുവനും മറച്ചിട്ടുള്ള, ആകാരവടിവ് മനസ്സിലാകാത്ത തരത്തിൽ ശരീരം മറയുന്ന ഒരു വസ്ത്രം അവൾ നിർബന്ധമായും ധരിച്ചിരിക്കണം. ശരീരം പൂർണ്ണമായും മറയുന്ന വസ്ത്രമായിരിക്കണം അത്. 2. അന്യപുരുഷന്മാർ ശ്രദ്ധിക്കാത്ത വിധം മറയുള്ള വാഹനങ്ങൾ, കാറ് പോലത്തെ മറയുള്ള വാഹനങ്ങളിലായിരിക്കണം അവൾ സിയാറത്തിന് പോകേണ്ടത്. മറ്റൊന്ന്, സുഗന്ധം, അതുപോലെ ആഭരണം, ഭംഗിയുള്ള വസ്ത്രം തുടങ്ങിയവ കൊണ്ട് ചമഞ്ഞൊരുങ്ങാതെയായിരിക്കണം ഒരു സ്ത്രീ സിയാറത്തിന് പോകേണ്ടത്. ഇന്ന് സർവ്വസാധാരണയായി കാണുന്നത് പോലെ നല്ല പെർഫ്യൂംസ് ഉപയോഗിച്ചുകൊണ്ട്, വ്യത്യസ്ത രീതിയിൽ ആണുങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട്, മുടികളൊക്കെ പുറത്ത് കാണിച്ച് ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ആണുങ്ങൾ ആകർഷിക്കും വിധം തുറന്നിട്ടുകൊണ്ട് സിയാറത്തിന് പോവുക എന്നത് ഹറാമായ കാര്യമാണ്. ഇസ്ലാം അങ്ങനെ നിഷ്കർഷിക്കുന്നില്ല. സ്ത്രീകൾ എവിടെ പോയാലും ഇസ്ലാം പറഞ്ഞ രീതിയിൽ അവരുടെ ശരീരത്തിന്റെ വടിവ് കാണാത്ത രീതിയിൽ ശരീരങ്ങൾ മറച്ചു വേണം പുറത്തിറങ്ങേണ്ടത്. സിയാറത്തിന് മാത്രമല്ല, കല്യാണത്തിനാണെങ്കിലും മറ്റു വിശേഷങ്ങളാണെങ്കിലും പരപുരുഷന്മാർ സമ്മേളിക്കുന്ന സ്ഥലങ്ങളിലൊന്നും സ്ത്രീകൾ അവരുടെ ശരീരത്തിന്റെ ആകൃതി പ്രകടിപ്പിക്കും വിധം വസ്ത്രങ്ങൾ ധരിക്കാനോ പുറത്തിറങ്ങാനോ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ വീക്ഷണം. മറ്റൊന്ന്, സിയാറത്തിന് പോകുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത്, ഭർത്താവോ വിവാഹം നിഷിദ്ധമായ ബന്ധുക്കളോ കൂടെ ഉണ്ടായിരിക്കണം. വിശ്വസ്തരായ സ്ത്രീകൾ മതിയാവുകയില്ല. അതുകൊണ്ട് നിർബന്ധമായും ഭർത്താവോ അല്ലെങ്കിൽ വിവാഹം നിഷിദ്ധമായ ബന്ധുക്കളോ കൂടെ ഉണ്ടാകണം എന്നത് ഇസ്ലാമിന്റെ നിബന്ധനയാണ്. പരപുരുഷന്മാരുമായി ഇടകലരുന്ന ഉത്സവങ്ങളിലും നേർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് ആഖിറത്തെ പേടിയുള്ള സ്ത്രീ ചെയ്യേണ്ട കാര്യമാണ്. ഈ വിധം നാം സിയാറത്തിന് പോകുമ്പോൾ, പുറത്തേക്കിറങ്ങുമ്പോൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച മാതൃകകൾ സ്വീകരിച്ചുകൊണ്ടായിരിക്കണം നാം പുറത്തേക്കിറങ്ങേണ്ടത്. നമ്മുടെ ഓരോ സഞ്ചാരങ്ങളും ഓരോ പ്രവർത്തനങ്ങളും ആഖിറത്തിലേക്ക് ഉപകരിക്കുന്നതാകുമ്പോഴാണ് നമ്മുടെ ജീവിതം മനോഹരമായി തീരുന്നത്. അല്ലാഹു നമുക്ക് ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.